ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേഗരീസ് എന്ന ഷോപ്പിലാണ്. സമയം രാവിലെ 7 മണി ആവുന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്നുള്ള ഫിഷ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നുള്ള മറ്റു പല സാധനങ്ങളും ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. ഷോപ്പിന്റെ മറ്റു ഡീറ്റെയിൽസ് നമുക്ക് ഓണറായ ബേസിൽ ചേട്ടനോട് തന്നെ ചോദിക്കാം. ബേസിലേട്ടാ, ഈ വേഗരീസ് മറ്റു ഷോപ്പായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മൾ ഡയറക്റ്റ് പോയിട്ട് എടുത്തിട്ട് വരുന്ന സാധനങ്ങളാണ്. ഒന്ന്, ഇതിന്റെ ഇടയിൽ എന്താ പറയാ, കമ്മീഷൻ ഏജന്റോ അങ്ങനത്തെ ആൾക്കാർ ആരും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പ്രൊഡക്റ്റ് നമുക്ക് തന്നെ നോക്കിയിട്ട് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെ ക്വാളിറ്റി പ്രൊഡക്റ്റും അത് അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നത്. പ്രത്യേകിച്ച് മീൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കോഴിക്കോട് ഹാർബറിൽ പോയിട്ട് ഡയറക്റ്റ് എടുക്കുകയാണ്. അവിടെ വേറെ വിഷാംശങ്ങളോ അല്ലെങ്കിൽ ഫോർമാലിൻ ചേർന്നിട്ടുള്ള അങ്ങനത്തെ കണ്ടന്റുകൾ ഒന്നും തന്നെ നമ്മുടെ മീനുകളിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മീനുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾക്കും നല്ല ഡിമാൻഡ് വരുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് തന്നെ വരുന്നതാണ്. കാരണം ആഴ്ചയിൽ 2 ലോഡുണ്ട്, ബുധനാഴ്ചയും ശനിയാഴ്ചയും. ഈ 2 ദിവസങ്ങളിൽ ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ആൾക്കാരും അത് സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നിന്ന് പോകുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി മാതിരിയാണ്. ഇവിടുത്തെ എല്ലാ മെമ്പേഴ്സും നമ്മളൊരു ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് നമ്മളൊരു സുഖാന്വേഷണമൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് പോകാറുള്ളത്. വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കുഴപ്പമില്ലാത്ത ബിസിനസ് കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. എവിടുന്നൊക്കെയാണ് നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത്? ഞങ്ങള് കോഴിക്കോട് നിന്നാണ് പ്രധാനമായിട്ട് മീന് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ വയനാട്ടിലുള്ള കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ നമുക്ക് സ്ഥലമുണ്ട്, അപ്പൊ അവിടെ നിന്നും നമ്മൾ എടുക്കാറുണ്ട്. പ്രധാനമായിട്ടും പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വയനാട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇന്ന് എന്തൊക്കെ മീനാ വന്നിട്ടുള്ളത്? ഇന്ന് നെയ്മീനുണ്ട്. നമ്മൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ നമുക്ക് ഐപ്പുറ എന്ന് പറയും. പിന്നെ ഏട്ടയുണ്ട്, പിന്നെ വലിയ മത്തിയുണ്ട്, ചെറിയ മത്തിയുണ്ട്, അയിലയുണ്ട്, ഞണ്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന ഇത്ര മത്തിയുള്ളൂ. കാരണം ഇപ്പം മീനിന്റെ ലഭ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ്, കാരണം ചൂടാണ്, പിന്നെ മീനെല്ലാം ഭയങ്കരമായ വിലയാണ്. നമ്മളത് പ്രത്യേകം അതിന് ഹാർബറിൽ ഏത് മീനാണ് ഉള്ളത് ആ മീൻ മാത്രമേ കൊണ്ടുവരുള്ളൂ. അതില് അല്ലാതെ വേറെ മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ വരുന്ന മീനുകളോ പുറത്തുനിന്ന് വരുന്ന മീനുകളൊന്നും തന്നെ നമ്മൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ മീൻ എപ്പോഴും ആ ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാവുന്നത്. ബാംഗ്ലൂർ കിട്ടാത്ത എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് നാട്ടിൽ നിന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നു. തീർച്ചയായിട്ടും കോഴിക്കോട്, വയനാട് സ്ഥലത്ത് നിന്ന് കിട്ടുവാണെങ്കിൽ നമ്മൾ എടുക്കും. നമ്മൾ അങ്ങനെ എടുത്ത് കൊണ്ടേ കൊടുക്കുന്നത്. ഇന്നത്തെ രാവിലത്തെ ഒരാൾക്ക് ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഒരു വണ്ടീന്റെ ഒരു പാർട്സ് അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നൊരാൾക്ക് ആയുർവേദിക്കിന്റെ മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കവറിലിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്ന ആയുർവേദിക് മരുന്ന്, അവിടെ ഒരു പച്ച കവറുണ്ട്. അപ്പോ പിന്നെ ആൾക്കാർക്ക് എന്താ പെട്ടെന്ന് എന്തെങ്കിലും സാധനം അങ്ങോട്ട് കൊണ്ടുപോകാൻ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കും, ഇങ്ങോട്ട് എന്തെങ്കിലും നമ്മൾ എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇപ്പൊ നാട്ടിൽ പോകാൻ പറ്റാതെ വരും, പിള്ളേർക്കൊക്കെ ആയുർവേദിക്കിന്റെ കുറെ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ അത് കൂടാതെ ഇവിടുന്ന് പോകാൻ പറ്റുന്ന ആൾക്കാർ, നാട്ടിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെയും നമ്മൾ നാട്ടിലെത്തിച്ചു കൊടുക്കും, എത്തിച്ചു വിടാറുണ്ട്. അതിനൊന്നും നമ്മൾ പൈസ കാര്യങ്ങളൊന്നും ഈടാക്കാറൊന്നുമില്ല. കൊറോണ സമയത്ത് നമ്മുടെ വണ്ടിയിൽ ഒത്തിരി പേരെ നമ്മൾ ഇവിടുന്ന് നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. വെനസ്ഡേ ആൻഡ് സാറ്റർഡേ ആണ് പുതിയ ലോഡ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല തിരക്കുണ്ടാവും. ഓഫീസിലൊക്കെ പോകാനുള്ളവര് നേരത്തെ വന്നിട്ട് സാധനം വാങ്ങിക്കാറാണ് പതിവ്. നാട്ടിലെ ബേക്കറി ഐറ്റംസ് അല്ലാതെ ഹോം മെയ്ഡ് ബേക്കറി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോ അരിയുണ്ടയാണ് ഉള്ളത്. ലാസ്റ്റ് വീക്കിൽ ഉണ്ണിയപ്പമായിരുന്നു. നാട്ടിലെ മില്ലിലാട്ടിയ ഓയിലാണ് ഇവിടെ കിട്ടാറുള്ളത്. നാട്ടിൽ നിന്ന് മൊത്തമായി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ചെറിയ ബോട്ടിലിലാക്കിയിട്ടാണ് സപ്ലൈ ചെയ്യാറുള്ളത്. മായം കലരാത്ത സാധനങ്ങളാണ് ഇവരുടെ മെയിൻ. ഫിഷും വെജിറ്റബിളും അല്ലാതെ നാടൻ മുട്ടകളും പാലും തൈരും എല്ലാം ഇവിടെ കിട്ടും. കൂടാതെ പല വിധത്തിലുള്ള ഉണക്കമീനുകളും ലഭ്യമാണ്. ഈവനിങ് ടൈമിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന പഴംപൊരി, കട്ട്ലറ്റ്, പരിപ്പുവട, സുഗിയൻ, പൊറോട്ട ഇവയും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം വയനാട് പ്രളയം വന്നപ്പോൾ വേഗരീസ് മുൻതൂക്കം എടുത്ത് റിലീഫ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. കൊറോണ ടൈമിലും ഉണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് വന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഹോം ഡെലിവറി സർവീസും അവൈലബിൾ ആണ്.
കുറേയായി കപ്പ കഴിച്ചിട്ട്, അതുകൊണ്ട് ഇന്ന് കുറച്ച് കപ്പ വാങ്ങി, കൂടെ ചെറിയ മത്തിയും വാങ്ങിയിട്ടുണ്ട്. ലോഡ് വരുന്ന ദിവസങ്ങളിലെ സാധനങ്ങളുടെ അവൈലബിലിറ്റി വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും ഷെയർ ചെയ്യാറുണ്ട്. ഇതുവഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സാധിക്കും. ലീലാമച്ചി എന്ന സാധനങ്ങൾ ബിൽ ചെയ്യാൻ നിൽക്കാറുള്ളത്. കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് സാധനങ്ങൾ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്.